സ്വാദിലേക്ക് സ്വാഗതം. സ്വാദ് ഇന്ന് പുതിയൊരു യാത്രയ്ക്ക് തുടക്കമിടുകയാണ്. അതായത് കുറേ നാൾ കേരള തനിമയുള്ള രുചിയെല്ലാം നിങ്ങൾക്ക് മുമ്പിൽ എത്തിച്ച സ്വാദ് വലിയൊരു ജൈത്രയാത്രയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി കേരള തനിമയിൽ നിന്ന് മാറി നമ്മളൊന്ന് പിടിക്കാൻ പോകണം. അതായത് അതിർത്തി വിട്ടൊരു കളിക്കുള്ള തുടക്കമാണ്, ഒരു ശുഭ തുടക്കമാണ് ഇന്ന് ഇവിടെ നിന്ന് തുടങ്ങുന്നത്. അതായത് ഇവിടെ കേരളം, അവിടെ തമിഴ്നാട്. അപ്പോൾ നമ്മൾ തിരുനെൽവേലിയിലേക്കുള്ള യാത്രയാണ്. കളിയക്കാവിളയിൽ നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ പോകുന്ന വഴി തിരുനെൽവേലിയിലുള്ള ഹൽവയെ പറ്റി പറയാൻ പറ്റും, കോവിൽപ്പട്ടിയിലുള്ള കപ്പലിന് മുട്ടായെ പറ്റി പറയാൻ പറ്റും, മധുരയിലുള്ള ചെട്ടിനാടൻ വിഭവങ്ങളെ പറ്റി പറയാൻ പറ്റും. അങ്ങനെ കിട്ടുന്ന എന്ത് നല്ലതും ഒന്നും തീരുമാനിച്ചുറപ്പിച്ചല്ല പോകുന്ന, കിട്ടുന്ന എല്ലാ നല്ല ഡിഷസും, വെറൈറ്റി ആയിട്ടുള്ള ഡിഷസും നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നുള്ള ഉറപ്പോടുകൂടി യാത്ര തുടങ്ങുകയാണ്. തമിഴ് രുചികളിലേക്ക് നിങ്ങളേവർക്കും സ്വാഗതം. இது தண்ணி மட்டும்தானா? அந்த சாப்பிடாது வேண்டாம், தண்ணி மட்டும் போதும். നല്ലൊരു കരിക്ക് ചോദിക്കുകയാണ്. അതൊക്കെ കട്ട് പണ്ണ്, എണ്ണയല്ല ഇളനീ. അങ്ങനെ ചെറിയൊരു യാത്രയ്ക്ക് ശേഷം ഒരു ഇൻ്റർവെൽ എടുത്ത് നമ്മൾ മാത്തൂർ തൊട്ടിപ്പാലം കാണാൻ എത്തിയിരിക്കുകയാണ്. 1969 ഇത് സ്ഥാപിതമായത്. 101 അടി പൊക്കം, അതായത് ഏകദേശം 30.78 മീറ്റർ പൊക്കമാണുള്ളത്. വളരെ മനോഹരമാണെന്നാണ് പറയുന്നത്. ഒരു ഇളനീരൊക്കെ കുടിച്ച്, കരിക്കൊക്കെ കുടിച്ച് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഇത് തേങ്ങയാണ്, ഇളനീ തന്നെ. നമ്മളെ പറ്റിക്കാറ്. മാത്തൂർ ഓവർ തൊട്ടിപ്പാലത്തിന്റെ മുകളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. തൂക്കുപാലം, പക്ഷേ ഇത് തൂക്കുപാലം അല്ല, ഇതൊരു കോൺക്രീറ്റ് സ്ട്രക്ചറാണ്. വെള്ളം അപ്പുറത്തെ മലയുടെ അപ്പുറത്തെ ഭാഗത്തേക്ക് ഒഴുകി പോകാനുള്ള കുടിവെള്ളമാണെന്നാണ് തോന്നുന്നത്. വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് രണ്ട് വശത്തും കാണുന്നത്. ഒരു സൈഡിൽ കൂടെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, ഒരു സൈഡ് മുഴുവൻ തെങ്ങിൻ്റെ മുകൾ ഭാഗമാണ് കാണുന്നത്. ഇപ്പുറത്തെ സൈഡ് മുഴുവൻ റബ്ബർ മരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് ഇവിടെ എന്നാൽ കാണാൻ കഴിയുന്നത്. ഹായ്, നമ്മളിപ്പോൾ മാത്തൂർ തൊട്ടിപ്പാലമൊക്കെ കണ്ട് നാഗർകോവിൽ നിന്ന് തിരുനെൽവേലിയിലേക്കുള്ള യാത്ര മധ്യയാണ്. വളരെ മനോഹരമായ, അതായത് ദൃശ്യഭംഗി തുളുമ്പുന്ന ദൃശ്യങ്ങളാണ് നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. ഒരു സൈഡിൽ വയൽ, അപ്പുറത്തെ സൈഡിൽ നല്ല മല, നല്ല കാറ്റ്, തെങ്ങിൻ തോപ്പുകൾ, വാഴത്തോപ്പുകൾ എന്നുകൊണ്ട് ഇവിടെ ഇത്രയും മനോഹരമായിട്ട് കൃഷി സ്ഥലം ഉപയോഗിക്കുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ വെറുതെ കിടക്കുന്ന സ്ഥലങ്ങൾ ഇത്രയും മനോഹരമായിട്ട് കൃഷിയൊന്നും ചെയ്ത് കാണാറില്ല. എന്നാലും യാത്ര തുടരുകയാണ്. തിരുനെൽവേലിയിലേക്കുള്ള യാത്ര, തിരുനെൽവേലി ഹൽവ തേടിയുള്ള യാത്ര. തിരുനെൽവേലിയിലേക്കുള്ള യാത്രയ്ക്കിടയിലാണ് മുപ്പന്തൽ എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് നമ്മൾ എത്തി നിൽക്കുന്നത്. നമ്മൾ വഴിയെ പോകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും നിരവധി വിൻഡ് ഫാംസ്, അതായത് കാറ്റാടികൾ. ഇതിൽ നിന്ന് കറണ്ട് ഉൽപ്പാദിപ്പിച്ച്, അതായത് പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ള കറണ്ട് ഉൽപ്പാദിപ്പിച്ച് നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ വളരെ മനോഹരമായ, അതായത് ഇവിടെ മുഴുവൻ കാറ്റാടികളുടെ ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. വളരെ രസമായി ഇവിടെ നിന്ന് കാണാൻ. പുറകിലും മലയുണ്ട്, നല്ല കാറ്റാണ് ഇവിടെ നിൽക്കാൻ, നിരവധി കാറ്റാടികളുണ്ട്. അപ്പോൾ നല്ല കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഈ രുചി തേടിയുള്ള യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ചെറിയൊരു യാത്രയ്ക്ക് ശേഷം നമ്മൾ തിരുനെൽവേലി എത്തി നിൽക്കുകയാണ്. തിരുനെൽവേലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു പേരുണ്ട് തിരുനെൽവേലിക്ക്, നെല്ലൈ എന്ന് പറയും. അപ്പോൾ തിരുനെൽവേലിയുടെ മുഖമുദ്രയായ നെല്ലയപ്പർ കോവിലിന് സമീപമാണ് ഞാൻ നിൽക്കുന്നത്.
തിരുനെൽവേലിയിൽ എത്തിയതിൻ്റെ ഉദ്ദേശം വേറൊന്നുമല്ല. തിരുനെൽവേലിയിൽ വളരെ നമ്മൾ പ്രസിദ്ധമായ കോഴിക്കോടൻ ഹൽവ പോലെ തന്നെ പ്രസിദ്ധമായ തിരുനെൽവേലി ഹൽവ തിരക്കിയാണ് ഇവിടെ എത്തിയത്. അപ്പോൾ തിരുനെൽവേലി ഹൽവയിൽ തന്നെ ഏറ്റവും മികച്ചത് എവിടെയും തിരക്കി വന്നപ്പോൾ ഇരുട്ടുക്കടയിൽ എന്ന് പറഞ്ഞൊരു സ്ഥാപനം പറഞ്ഞു. ഒരുപാടടുത്ത് തിരഞ്ഞ് ബോർഡൊക്കെ നോക്കിയാണ് വന്നത്. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് ബോർഡൊന്നുമില്ല. ആകെ 2 മണിക്കൂർ ഇത് തുറന്നിരിക്കൂ. ആ തിരക്കിൽപ്പെട്ടാണ് ഞാൻ ഇരിക്കുന്നത്. 6 മണി തൊട്ട് 8 മണി വരെ ഇത് തുറന്നിരിക്കുള്ളൂ. കട എന്ന് തുടങ്ങിയോ അതേപോലെയാണ് ഇപ്പോഴെന്നാണ് അടുത്തുള്ളവരുടെ അനുഭവ സാക്ഷ്യം. പിന്നെ വേറൊരു കാര്യം, ഇത് തുടങ്ങി വെച്ചത് കൃഷ്ണ സിംഗ് എന്നാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു നോർത്ത് ഇന്ത്യൻ ടച്ച് ഉണ്ടെന്ന് തോന്നി. ഈ പേര് കാരണം ഉറപ്പില്ല. ഞാൻ ആർട്ടിക്കിളിലും നെറ്റിൽ നിന്നും മറ്റും വായിച്ചതും അങ്ങനെയാണ്. പിന്നെ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകനായ ബിജ്ലി സിംഗ് ആണ് ഇതിനെ കുറച്ചുകൂടെ വിപുലീകരിച്ചത്. ഇപ്പോൾ ഇദ്ദേഹമാണ് അത് നടത്തുന്നത്, അവിടെ നിന്ന് സെയിൽ നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കാൻ മാത്രം സൗകര്യമോ അദ്ദേഹത്തിൻ്റെ തിരക്കൊഴിയോ ചെയ്യുന്നില്ല. കാര്യം ഓരോ സെക്കൻഡ് കഴിയും തോറും ആൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആൾ ഒഴിയുന്ന ഒരു ഇത് കാണാൻ പറ്റുന്നില്ല. ഇനി ആൾ കൂടി അവസാനം ഇവിടെ ആകെ തള്ളാവുന്നതിന് മുമ്പ് നമുക്ക് എവിടെയെങ്കിലും രക്ഷപ്പെട്ട് അടുത്ത ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോകണം. അപ്പോൾ എന്തായാലും ഈ തിരക്കൊക്കെ കണ്ടോളൂ. നമ്മൾ നേരത്തെ ഇനി ബാക്കി എങ്ങനെയെങ്കിലും ഹൽവ ഒപ്പിക്കാൻ നോക്കട്ടെ കേട്ടോ. ഒരുപാട് ബുദ്ധിമുട്ടി ഈ തള്ളിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് ഹൽവ ഒപ്പിച്ചിട്ടുണ്ട് ഇരുട്ടുകടയിൽ നിന്ന്. ഈ തിരക്കിൻ്റെ ഇടയിൽ ചെറിയ പരിഗണന കിട്ടിയോണ്ടാണ് നമുക്കിത് ലഭിച്ചത്. വായിലിട്ടാൽ ഞാൻ നേരത്തെ പണ്ട് പറഞ്ഞ പോലെ ബ്ലിസ്കനെ അങ്ങ് ഇറങ്ങി പോവാം കേട്ടോ. അലിഞ്ഞങ്ങ് ഇറങ്ങി പോവാണ്. ചുമ്മാ അതല്ല, ഇത്ര ആൾ തിക്കിത്തിരക്കെന്നുള്ള കാര്യം മനസ്സിലായി. ഗോപുരത്തിൻ്റെ അകത്തൂടെ തന്നെയാണ് വണ്ടികളൊക്കെ പോകുന്നത്. ഇവിടെ ഒരു ഗോപുരമുണ്ട്. നെല്ലയപ്പർ കോവിലിന് മുമ്പിലൊരു വലിയ ഗോപുരമുണ്ട്. ഈ ഗോപുരത്തിനകത്തൂടെ തന്നെയാണ് വണ്ടികളൊക്കെ പോകുന്നത്, ബസ് എല്ലാം കേട്ടോ. അത് അതുപോലെ തന്നെ നിലനിർത്തിയേക്കാണ്. ആ പുരാതനമായ തെരുവുകൾക്കും അല്ലെങ്കിൽ ആ ഗോപുരത്തിനൊന്നും ഒരു കോട്ടവും തട്ടാതെ ഇടയ്ക്കൂടെ ടാർ റോഡ് ചെയ്തെല്ലാം ഇത് പോകും. ഈ വളവിലാണ് നമ്മുടെ പ്രശസ്തമായ ഇരുട്ടുകട ഹൽവക്കട ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ വരുന്ന തിരുനെല്ലിയിൽ വരുന്ന ആർക്കും അതൊരു വളരെ കറക്റ്റായിട്ടുള്ള റൂട്ട് മാർക്ക് കൂടെയാണ് കേട്ടോ. നെല്ലയപ്പർ കോവിലിന് തൊട്ട് ഓപ്പോസിറ്റാണ് ഹൽവക്കട. ഓക്കെ, മധുരയിലെ കാഴ്ചകളൊക്കെ കണ്ട് ഭഗവാൻ ഇത് ഓഫാവല്ലേ. മധുരയിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് പെരുകുത്തിയാർ ഗുണ്ട് എന്ത് തെരുവാ പാറപ്പത്തിയിലാണ് കേട്ടോ. പാറപ്പത്തിയിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ മധുരയിലെ തനത് രുചികൾ അന്വേഷിച്ചാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടി മധുരയുടെ തനതായ തമിഴ് രുചിയിലുള്ള 2 ഡ്രിങ്ക്സ് ആണ് കേട്ടോ. അതായത് ശരീരമൊക്കെ തണുപ്പിക്കാനും ശരീരമൊക്കെ പോഷിപ്പിക്കാനുള്ള 2 തനത് ഡ്രിങ്ക്സ് ആണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ പേര് കമ്പക്കൂഴെന്നും അതുപോലെ തന്നെ കെപ്പക്കൂഴെന്നുമാണ്. 2 ശരിയാക്കാനുള്ള ആളെയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അദ്ദേഹം അവരവിടെ ഉണ്ടെന്നുള്ള പ്രതീക്ഷ. എന്തായാലും നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. എന്തായാലും നല്ലൊരു വാഹനവും കൂടെ ഇവിടുത്തെ മധുരയിലെ മയിൽ വാഹനമാണ്, അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ട്രേഡ് മാർക്കാണ് ഒരു TVS 50. ഇതൊക്കെ സംഘടിപ്പിച്ച് വ്യത്യസ്തമായ രുചി തേടി സ്വാദ് തേടിയുള്ള യാത്രയിലാണ്. ഓക്കെ, ആൻഡ് യു പ്ലീസ് കം വിത്ത് മീ. നമസ്കാരം ആൻറ്റി. ആ വെള്ളമൊക്കെ തന്നാട്ടോ നമ്മളെ സ്വീകരിക്കുന്നത്. ഇതാണ് തമിഴ് കൾച്ചർ. ആര് വീട്ടിൽ വന്നാലും തണ്ണി കൊടുക്കണം എന്നാ. എന്തായാലും വെള്ളമൊക്കെ തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെയാണ് നേരത്തെ പറഞ്ഞു പോയ ഡിഷസ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെയാണെന്ന് ഞാൻ നേരത്തെ ഒരു ചെറിയ സൂചന നൽകി. ഇനി അതിൻ്റെ രീതികൾ എന്തൊക്കെയാണെന്നാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, രുചി തേടി സ്വാദ് തേടിയുള്ള യാത്ര ഒരുപാട് ബുദ്ധിമുട്ടി മധുരയിലെ കൂത്തിയാർകുണ്ട് പാറപ്പത്തി തെരുവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തി നിൽക്കുന്നത്. ഒരു വില്ലേജ് സ്റ്റൈൽ ടേസ്റ്റും അതുപോലെ തന്നെ അതും ഒരു സറൗണ്ടിങ്സും കിട്ടാനായിട്ട് സ്വാദ് ഒരുപാട് ബുദ്ധിമുട്ടി പലരുടെയും സഹായം തേടിയാണ് ഇവിടെ എത്തി നിൽക്കുന്നത്. എന്തായാലും ഇവിടെ എത്തിയപ്പോൾ സ്വാദിന് തൃപ്തിയായി. കാര്യം അതുപോലൊരു ആംബിയൻസ് കിട്ടി, ഒരു എൻവയോൺമെൻറ്റ് കിട്ടി, അതുപോലുള്ള ആൾക്കാരെ കിട്ടി. അപ്പോൾ സ്വാദ് ഇന്ന് നമുക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്ന ഡിഷിൻ്റെ പേര് കെപ്പക്കൂൾ എന്നാണ്. ഇതൊരു ഡ്രിങ്കാണ് കേട്ടോ. അതായത് മധുരയുടെ ചൂടിലൊക്കെ ഈ ഡ്രിങ്ക് ഒരെണ്ണം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നല്ല ഓജസ്സും ഊർജ്ജവും ഒക്കെ കിട്ടും. അപ്പോൾ ഇതുണ്ടാക്കി തരാനായിട്ട് പാറപ്പത്തി തെരുവിലെ വേലമ്മയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അമ്മ വണക്കം. വണക്കം. നമ്മുടെ പ്രേക്ഷകർക്കിട്ട് ഒരു വണക്കം സൊല്ല്. അങ്ക ക്യാമറ പാത്ത് വണക്കം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണേ എന്നെ സമയം ചെയ്യ പോറേ കേപ്പക്കൂൾ കിണ്ടപ്പോറ. കിണ്ടപ്പോറെന്ന സമയൽ പണ്ണ പോറ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ തമിഴ് ഭാഷ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് അറിയാവുന്ന നല്ലവരായ ആൾക്കാർ എൻ്റെ അടുത്ത് ക്ഷമിക്കണം. ഞാൻ പഠിക്കാനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അത് ചെയ്യാനായിട്ട് എന്തൊക്കെ വേണം, ഇത് ചെയ്യതൊക്കെ എന്നെ വേണമെന്ന് ചൊല്ലിത്തരുമാ? ആ, ഇത് മലയാളത്തിൽ തെരിയണ അത് കൂടെ ചൊല്ലിത്താ അന്ത പേര് കൂടെ ഇല്ല. இப்போ இது வேணும் நமக்கு. இது வத்தல் முளகுனா இங்க என்ன சொல்லு இதுக்கு? முளகா வத்தல். இது எങ്ങനെ எப்படி இது ப்ரிப்பேர் பண்ணது?
ഇത് തൈരിലെ പോട്ട് മോറിലെ പോട്ട് കായ പോട്ട് വെയിലിൽ ഉണക്ക വെക്കും. എന്തിൽ അടച്ചു വെക്കും? വറുത്തെടുക്കണം. ഇത് മോരിലിട്ട് കുറച്ചാൾ വെക്കുക. അതിനുശേഷം വെയിലിട്ട് ഉണക്കിയതിന് ശേഷം എപ്പോഴാണ് നമുക്ക് ആവശ്യം അപ്പോൾ ഇതെടുത്ത് വറുത്ത് വയ്ക്കണം. അപ്പൊ ഇതിന് ഇവിടെ പറയുന്ന മോര് മുളക് എന്നാണ്. ഇത് ചീനി അമരയ്ക്ക വറ്റൽ. ചീനി അമര ഇതുപോലെ ഉണക്കി വെയിലിൽ വെച്ച് ഉണക്കി ഈ തൈര് മോറിലെ പോട വേണ്ട, சும்மா அவிச்சு விட்டு உப்பு போட்டு அவிச்சு காய போட்டு அள்ளி வச்சு നമുക്ക് വേണമെன்ற സമയത്ത് എണ്ണയിലിട്ട് വറുത്തെടുക്കണം. പിന്നെ വേണ്ടത് കല്ലുപ്പാണ്. കല്ലുപ്പ് ആവശ്യമുണ്ട്, കല്ലുപ്പുണ്ട്. പിന്നെ ഇതാണ് ഇതിലെ മെയിൻ താരം, കെപ്പമാവ് എന്ന് പറയും. കേപ്പമാവ് നമ്മുടെ റാഗിപ്പൊടി എന്ന് പറയുന്ന സംഭവമാണ് ഇത്. കേപ്പമാവ് എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ കറിവേപ്പില വേണം. ഇത് പച്ചമുളക് കേട്ടോ, പച്ചമുളക് നല്ല പവറുള്ള ഇവിടെ തന്നെ ഇവരുടെ കൃഷിയിടങ്ങളിൽ തന്നെ കിട്ടുന്ന പച്ചമുളകൊക്കെയാണ്. പിന്നെ മല്ലിയില വേണം, കൊത്തമല്ലി അല്ലേ. പിന്നെ തൈരും ഉണ്ട് കേട്ടോ. തൈര് ഇങ്ങനെയും തൈര് താൻ സൊല്ലുമാ, തൈര് താൻ. അപ്പം ഇത്രയും സംഭവങ്ങളാണ് വേണ്ടത്. അതായത് മോരുമുളക് വേണം, സീനി അമറ വറ്റൽ വേണം, കല്ലുപ്പ് വേണം, കേപ്പപ്പൊടി വേണം, അതായത് റാഗിപ്പൊടി വേണം, കേപ്പ മാവ് വേണം, കറിവേപ്പില വേണം, പച്ചമുളക് വേണം, കൊത്തമല്ലി അതായത് മല്ലിയില വേണം, പിന്നെ കൂടെ തൈര് വേണം. ഇത്രയും സംഭവങ്ങൾ ചേരുമ്പോഴാണ് മധുരയുടെ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ തന്നെ, തമിഴ്നാട്ടിലെ എല്ലായിടവും ഇത് കിടക്കും, എല്ലായിടവും ഇത് കിടക്കും. മധുരയിൽ മട്ടുമില്ലേനാ, എങ്കേയും കിടക്കും. അപ്പോൾ തമിഴ്നാട്ടിൽ എവിടെ പോയാലും ഈ സാധനം കിട്ടുമെന്നാണ് വേലമ്മ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ കഞ്ഞിവെള്ളവും വേണം കേട്ടോ. ഇവിടെ കഞ്ഞിവെള്ളത്തിന് പറയുന്നത് വടിത്തണ്ണി എന്നാണ് അല്ലേ, വടിത്തണ്ണി, അതായത് ചോറ് വടിച്ചെടുക്കുന്ന തണ്ണി. നമ്മൾ കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞത്. അപ്പോൾ കഞ്ഞിവെള്ളം കൂടെയാണ്, അതിൽ വെച്ചാണ് ഇത് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഓരോ ഇടങ്ങളിൽ പ്രിപ്പറേഷന് ചെറിയ വ്യത്യാസം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇവിടെ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നോക്കാം, തുടങ്ങാം നമുക്ക്. അപ്പോൾ ഇനി നമ്മൾ ഒരു പാത്രം അടുപ്പത്തേക്ക് വെക്കുകയാണ്. ഇനി അത് ചൂടായതിനു ശേഷം അതിലേക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കും കേട്ടോ. കഞ്ഞിവെള്ളം വടിത്തണ്ണി അത് ഒഴിച്ചു കൊടുക്കണം അല്ലേ. 2 ലിറ്റർ തണ്ണി. എത്ര പേർക്ക് 2 ലിറ്റർ തണ്ണി, എത്ര പേർക്ക് കൊടുക്കലാം இந்த കെപ്പക്കൂൾ 2 ലിറ്റർ തണ്ണിയിൽ? 5 ആള് നന്നായിട്ട് കഴിക്കുന്ന 5 പേർക്ക് ഈ 1/2 കിലോ മാവിലും 2 ലിറ്റർ വടിത്തണ്ണി അല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിലും ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ 2 ലിറ്ററോളം വെള്ളമാണ് നമ്മൾ അടുപ്പത്തേക്ക് പാത്രത്തിലേക്ക് ഒഴിക്കാൻ പോകുന്നത്. ഒഴിക്കാം വേലമ്മ, ഒഴിക്കാം. ഇനി കഞ്ഞിവെള്ളം തിളയ്ക്കാനായിട്ട് ഇത് നന്നായിട്ട് കുതിക്കണം. ഇത് കൊതിക്കണം, തണ്ണി കൊതിക്കதுக்கு அப்புறம் എന്താ ഇതെല്ലാം പോടണം. ഇപ്പൊ അരക്കണോ? ഇപ്പൊ ഇത് കൊതിക്ക വരെ നമുക്ക് കൊതിക്കണം. അപ്പൊ ഇനി വെള്ളം തിളയ്ക്കുന്ന, അതായത് നന്നായിട്ട് തിളയ്ക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. വെള്ളം തിളച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള അനന്തര നടപടികളിലേക്ക് നമ്മൾ കടക്കുന്നത്. അപ്പം മധുരയിലെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടു. അതുപോലെ തന്നെ ഒരു സൈഡിൽ സിറ്റി ആണെങ്കിൽ അല്ലെങ്കിൽ മനോഹരമായ ഗോപുരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മറ്റൊരു സൈഡിൽ നല്ല ഭംഗിയുള്ള ഗ്രാമങ്ങളുണ്ട്, ഗ്രാമത്തെരുവുകളുണ്ട്, ഒരുപാട് ഭംഗിയുള്ള, അതായത് നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ബയോഡൈവേഴ്സിറ്റിയാണ്. ഒരു വ്യത്യസ്തമായ പച്ചപ്പും വ്യത്യസ്തമായ ആൾക്കാരും. ഇപ്പോൾ തന്നെ ഇവിടെ കാണാനായിട്ട് എന്ത് കുട്ടികളായിരിക്കുന്നത്. എല്ലാവരും നല്ല സ്നേഹമുള്ള കുട്ടികളാണ്, വളരെ അച്ചടക്കമുള്ളവരാണ്. ഒരു കാര്യം മിണ്ടരുന്ന് പറഞ്ഞാൽ ആരും മിണ്ടത്തില്ല. വളരെ മനോഹരമായിട്ട് എല്ലാവരും നിൽക്കുകയാണ്. എല്ലാവരും ഒരു ഹൈ സൊല്ല് ബ്രദർ, ഹായ് കേട്ടോ. വളരെ നല്ല ആൾക്കാരാണ്. അങ്ങനെ വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ആ മാവ് ഒന്ന് നന്നായിട്ട് കുഴച്ച് വെക്കാം അല്ലേ. കരക്കണം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് കുഴക്കണം എന്നാണ് അല്ലേ എങ്കിൽ. നന്നായിട്ട് കുഴക്കണം എന്നാണ്. അപ്പം നമുക്കത് കുഴച്ച് വെക്കാം, ചെയ്യാം. അപ്പം നമ്മൾ 1/2 കിലോ മാവല്ലേ എടുത്തിട്ടുള്ള കെപ്പ മാവ്? 1/2 കിലോ 2 ലിറ്റർ തണ്ണി. അപ്പൊ ഇത് കിളക്കലാം. എപ്പടി ചെയ്യ പോറേൻ? നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. ആ കെപ്പമാവ് നന്നായിട്ട് ഇപ്പോൾ കുഴച്ചെടുക്കുകയാണ്. ഉപ്പ് വേണം, പാകത്തിന് ഉപ്പിടുകയാണ്. കല്ലുപ്പ് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഒക്കെ പറഞ്ഞിരുന്നു കല്ലുപ്പിട്ടാലേ അതിന് ടേസ്റ്റ് ഉള്ളൂ, പൊടിയുപ്പിന് അത്രയും ടേസ്റ്റ് ഇല്ല അല്ലേ. പൊടിയുപ്പിട്ട അവളും ടേസ്റ്റ് കിടയാതെന്ന് പറഞ്ഞു. തിളച്ചോ നോക്കുകയാണ്. തിളച്ചോ? ഇല്ല, കൊതിക്കല. ഇതിപ്പോ നന്നായിട്ട് അതിങ്ങ് തന്നെ അതിങ്ങ് തന്നെ. അല്ല അത് കൊഞ്ചം ഇങ്ങത്താ കാണിക്കട്ട്, മാവെ കാണിക്കണം. കൊഞ്ചം ഇങ്ങത്താ. ഇത് നല്ല ലൂസായിട്ടാണ് കേട്ടോ. അതായത് വെള്ളം പോലെ തന്നെയാണ് കുഴക്കേണ്ടത്. അതായത് ഒട്ടും കട്ടി വേണ്ട, നല്ല ലൂസായിട്ടാണ് വേണ്ടത്. നല്ല ലൂസായിട്ടാണ് ഈ കെപ്പമാവ് അല്ലെങ്കിൽ റാഗി മാവ് കുഴച്ചെടുക്കേണ്ടത്.
അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡിഷിൻ്റെ പേര് നിങ്ങളാരും മറക്കണ്ട, കെപ്പക്കൂൾ എന്നാണ്. എന്തിനായാലും മധുരയിലെയും അതുപോലെ തന്നെ ഈ നാട്ടിൽ ഈ ഗ്രാമത്തിലേക്ക് കൂടുതൽ വിശേഷങ്ങൾ പറയാൻ നമ്മളിവിടെ എത്തിച്ച ഒരാൾ എൻ്റെ കൂടെയുണ്ട്. അമറാണ് നമ്മളെ ഇവിടെ എത്താൻ സഹായിച്ചതും ഒരുപാട്, അതായത് ഈ ഗ്രാമങ്ങളുടെ ഉള്ളിലോട്ടുള്ള കാര്യങ്ങളൊക്കെ അമറ നമുക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ അമറാണ് വേലമ്മയുടെ മകനായ ആടിരാജയെ പരിചയപ്പെടുത്തിയതും ഇവിടെ നമ്മൾ എത്തിയതൊക്കെ. അപ്പോൾ മധുരയെ പറ്റി കുറച്ച് വാക്കുകളിലൊന്ന് പറഞ്ഞു തന്നെ. മധുരയിൽ എന്തൊക്കെയുണ്ട്, മധുര എന്താണ്? மதுரைனா பயங்கர ஓல்டு. தென்னிந்தியா சொன்னால் மதுரை சொல்லலாம், எல்லாத்துக்கும் மதுரை தெரியும். தமிழ்நாடு இப்போ வந்துட்டு அன்னையிலேருந்து மதுரை இருக்குது. மதுரையில் பார்த்தா எல்லாம் பழமை, இன்னும் கொஞ்சம் மாறாமல் இருக்குது. சென்னை மாறிடுச்சு, பக்கத்தில் கன்னியாகுமரி மாறிடுச்சு, எல்லா இடத்துலையும் கொஞ்சம் சிட்டி வந்துருச்சு. இன்னதான் மதுரையில் மாறினாலும் அந்த பழமைனா என்னென்னு கேட்டிங்கன்னா ஒரிஜினல் ஃப்ரெண்ட்ஷிப், க்ளோஸ், இந்த வில்லேஜ் ஸ்டைல்ஸ் எல்லாமே இருக்குன்னு இங்கே விவசாயம் நடந்துக்கிட்டு தான் இருக்குது. அந்த அளவுக்கு ஒன்றும் சிட்டி ஆயிரல. പഴമ நிறைய இருக்கு. என்னன்னு சொன்னா வீர விளையாட்டான ஜல்லிக்கட்டு ഫേമസ്, അതെല്ലാം നമുക്കിനി വീണ്ടും നമ്മുടെ ഡിഷിലേക്ക് വരാം. നമ്മുടെ കുതിച്ചിരിച്ചു. അപ്പോൾ അമറും കൂടെ ഉണ്ടെങ്കിൽ സൗകര്യം കേട്ടോ, കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ അത് കുതിച്ചിരിച്ച. അപ്പോൾ നമുക്കിനി അതൊരു ചിരട്ട തവി ഉപയോഗിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഒഴിച്ചു കൊടുക്കുക. കണ്ടോ, ഇതൊക്കെയാണ് പഴമയുടെ ലക്ഷണങ്ങൾ കേട്ടോ. ഇട്ടോ കുഴപ്പമില്ല. ഇപ്പോൾ വേലമാവയ്ക്ക് ഭയം നമ്മൾ എപ്പോഴാണ് കട്ട് പറയുന്നത്, അതുകൊണ്ടാണ് അത് മുഴുവൻ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ചിരട്ട തവി കൊണ്ട് അത് നന്നായിട്ട് കലക്കി കൊടുക്കണം. ആ കലത്തിൻ്റെ അകത്തിരുന്ന തണ്ണി എന്ന് പറഞ്ഞാൽ, അല്ല വെള്ളം എന്ന് പറഞ്ഞാൽ കഞ്ഞിവെള്ളം തന്നെയാണ്, അതിലേക്കാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് കഞ്ഞിവെള്ളത്തിൽ തന്നെ ഉണ്ടാക്കുന്നത്, സാധാരണ തണ്ണി ബാക്ടീരിയ എല്ലാമേ ഇരിക്കും. ചൂട് വെച്ചാൽ തണ്ണി സുത്തമായത്. ഇതാണ് അതിൻ്റെ ടെക്സ്ചർ കേട്ടോ. ഒന്ന് അടുത്ത് വന്നാൽ കാണാൻ പറ്റും ഇതിൻ്റെ ടെക്സ്ചർ. ഇത്രയും കട്ടി കേട്ടോ, ഇത്രയും കട്ടിക്കാണ് അത് ഇട്ടേക്കുന്നത്. കെപ്പക്കൂൾ എന്ന് പറഞ്ഞാൽ ഇപ്പം മാവ് ഒഴിച്ചു കൊടുക്കുക, കഞ്ഞിവെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ കട്ടിയിലാണ്. കൂടുതൽ കട്ടി എന്ന് തോന്നിയാൽ കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഒഴിക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതിന് ശേഷം ഇനി ഇളക്കി കൊടുക്കണ്ടേ നന്നായിട്ട്. അപ്പോൾ നമ്മുടെ അമർ നേരത്തെ പറഞ്ഞ പോലെ മധുരൈ എന്ന് പറഞ്ഞാൽ ഗോപുര നഗരമാണ്, സിറ്റി ഓഫ് ജാസ്മിൻസ് ആണ്. അങ്ങനെ ഒരുപാട് വിശേഷണങ്ങളുണ്ട്. അതുപോലെ പഴമയൊട്ടും നഷ്ടപ്പെടാത്ത ഒരു നഗരം കൂടെയാണ്. എന്തുതന്നെയായാലും ഇതൊന്ന് ശരിയായിട്ട് വരുന്നവരെ നമുക്കൊരു ചെറിയ ബ്രേക്കിലേക്ക് പോവാം. വേലമ്മ அந்த கேமரா பார்த்து சொல்லணும். ஒரு சின்ன பிரேக்குக்கு அப்புறம் திரும்ப வரலாம். ஒரு சின்ன பிரேக்னு சொல்லு. இப்படி ஆக்ஷன் காமிச்சு ஒரு சின்ன பிரேக். அந்த கேமரா அந்த கம்பக்கில பிரேக்னு சொல்லு. ஒரு சின்ன பிரேக். அந்த கேமராவை பார்த்து சொல்லு. இங்க வாடா. பிரேக் அப்புறம் வருவோம் அப்படினு சொல்லி கையை வச்சு சொல்லு. அந்த ஒரு சின்ன பிரேக் നമ്മൾ അത് ഒന്നും കൂടെ നന്നായിട്ട് തിളപ്പിച്ചു. ഇത് അത് കുറച്ചുകൂടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഒരു സമയത്ത് ഇളക്കി കൊടുക്കാതിരിക്കില്ല, കട്ടി പിടിച്ചു പോകരുത് അതൊരിക്കലും. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ സമയം കൊണ്ട് നമ്മൾ കുറച്ച് പഴഞ്ചോറ്, നമ്മുടെ പഴഞ്ചോറില്ലേ, പഴങ്കഞ്ഞി എന്നൊക്കെ പറയുന്നത്, ആ ഒരു പരിപാടിയും കൂടെ ഇവിടെ ഉണ്ട് കേട്ടോ. കുറച്ച് പഴയ ചോറ് കൂടെ ഇത് ചെയ്തിട്ടുണ്ട്. ഇതിട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടും അല്ലേ, നല്ലതായിരുന്നു ഇതിട്ട്. അപ്പൊ ഇത് ഇപ്പോഴാണ് ഇടേണ്ടത്, ഇപ്പൊ പോടണം. അപ്പൊ കുറച്ച് പഴഞ്ചോറും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് അളവൊന്നുമില്ല, അത് നമുക്ക് മനസ്സിൽ തോന്നുന്നു. ഇത്രയും ഒരു ബൗളിൽ കുറച്ച് പഴഞ്ചോറ് എടുത്ത് അങ്ങ് ഇടണം. ഇത് ഇന്നലത്തെ അരിയാണല്ലേ, നേത്തോടെ. ശരി, അതിട്ടോ, കുഴപ്പമില്ല. ചെറിയൊരു മഴ വരണ കോളുണ്ട്, അതിനു മുമ്പ് പരിപാടി തീർക്കാം. ഇനി ഏതിടണം? മുളക്, പച്ചമുളക്. ഇനി അടുത്ത പച്ചമുളക് ഇടാൻ പോവുകയാണ് കേട്ടോ. 2-3 പച്ചമുളക് അരിഞ്ഞതുണ്ട്, അതും അങ്ങ് ഇടുകയാണ്. നല്ല എരി വേണം കേട്ടോ. ഇത്രയും സാധനം ആകുമ്പോൾ 1/2 കിലോ മാവിനുള്ള സംഭവം. അത്രയും മതിയോ? അല്ല, കുറച്ചും കൂടെ ഇട്ടോ, മുളക് നന്നായിരിക്കട്ടെ. നന്നായിട്ട് ഇട്ടോട്ട്. അത്രയും വേണം. നമ്മ മലയാളിത്താരെ இந்த எரி ரொம்ப ஜாஸ்தி வேணும். அப்ப உண்டன போட்டுங்க. എന്താണ്? நிறைய போடணும். അതിന് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി മല്ലിയില. ഇവിടെ ഇനി പറയണ മല്ലിയിലാണ് കൊത്തമല്ലി. മല്ലിയില പാകത്തിന് മല്ലിയില ഇട്ട് കൊടുക്കുകയാണ്. അടുത്തത് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ് പാകത്തിന്. എനിക്ക് തോന്നുന്നു പരിപാടികളൊക്കെ തീരാറായെന്ന് തോന്നുന്നു. പാകത്തിന് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. നമ്മുടെ വേലമ്മ പറഞ്ഞെന്ന് എനിക്ക് അത്രയ്ക്ക് വ്യക്തമായില്ല. തൈരും ഈ മോറുമുളകും ഈ സീനിയമറ വറ്റലൊക്കെ എപ്പോഴാണ് ഉപയോഗിക്കുന്നത് നമ്മൾ? കെപ്പക്കൂൾ റെഡി. കെപ്പക്കൂൾ എന്ന് പറഞ്ഞാൽ ഇത്രയും ആണ് കെപ്പക്കൂൾ ரெடி. இது ரெடி. இப்போ டைனிங் டேபிள்ல கொண்டு போய் சாப்பிடணும், சிட்டி ஸ்டைல். இப்போ நம்ம என்ன பண்ணுவாங்க, இந்த பாத்திரத்துல இருந்து இப்போ இறக்கி அடுப்புல இருந்து இறக்கி வச்சிருவாங்க. சூடா இருக்கு, சூடா தேவைனா அப்படியே கிளாஸ்ல ஊத்திட்டு. சில பேருக்கு புளிப்பு அதிகமா தேவைப்படும். புளிப்பு தேவை, குளிர்ச்சி தேவை, வெயில் காலமா இருக்கு அப்படின்னு பார்க்கும்போது நம்மகிட்ட தயிர் இருக்கு. தயிர் நேச்சுரலாவே குளிர்ச்சி உள்ளது, அதுக்கு கொஞ்சம் தேர்த்துக்குருவாங்க.
அது சரி. சேர்த்துட்டு கலக்கிட்டு கிளாஸ்ல கொடுத்துருவாங்க. இல்ல செம்பு நீங்க இவங்க டீசெண்டா காஃபி சாப்பிட்ற மாதிரி கிளாஸ்ல சாப்பிட்டா வயல்ல இறங்கி வேலை பார்க்க முடியாது, நமக்கு சோறு கிடைக்காது. அப்ப அவங்க நல்லா வேலை பார்க்கணும்னா செம்பில் வெளிய பாத்திரத்துல தயிர் உப்பு. அவங்களுக்கு வந்து நல்லா ஃபுல்லா சாப்பிடணும். அவங்களோட ஸ்நாக்ஸ் கேட்டீங்கன்னா நான்வெஜ் இல்ல. அப்போ வந்து ஏன்னா அவங்களோட பட்ஜெட்டுக்கு அது பத்தாது. அப்போ இந்த மாதிரி மிளகா ഇനി ഇത് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിത് മാറ്റാം. അതായത് നമ്മളിത് ടേബിളിലോട്ട് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നല്ല ചൂടുള്ളൊരു ദിവസമാണ്, അല്ലെങ്കിൽ നമ്മളൊക്കെ നല്ല ടയേർഡായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് തൈരിൻ്റെ കൂടെ കുറച്ച് പുളിയൊക്കെ അല്ലേ, കുറച്ച് പുളിച്ച തൈരിൻ്റെ കൂടെ ഇത്, അതായത് ഒരു 3/4 ഗ്ലാസ് കെപ്പക്കൂള്, ഒരു ബാക്കിയുള്ള 1/4 ഭാഗം ഈ തൈരും കൂടെ ചേർത്ത് നന്നായിട്ട് കലക്കി കുടിച്ചു കഴിഞ്ഞാൽ നല്ല പുളിയുടെ ഒരു ഇത് കിട്ടും. അതുപോലെ നന്നായിട്ട് അധ്വാനം ചെയ്യുന്നവരൊക്കെ വലിയ ചെമ്പിൽ വലിയ പാത്രത്തിലാണ് ഇത് കുടിക്കുന്നത്. അതുപോലെ തന്നെ അവർക്ക് ഈ വലിയ നോൺ വെജ് ഒന്നും താങ്ങാനൊന്നും പറ്റില്ല, അവരുടെ ബഡ്ജറ്റിന് പറ്റത്തില്ല. അപ്പോൾ ഇവർ ഈ മോരുമുളക് എന്ന് പറഞ്ഞ ടെക്നിക്ക് കണ്ടുപിടിച്ചു. അതായത് ഒരു പച്ചമുളക് എടുത്ത് മുകളിലൊരു തുളയിടും, അതിനുശേഷം ഉപ്പിട്ട തൈരിലേക്ക് മോരിലേക്ക് ഇതിട്ട് മുക്കി വയ്ക്കും. അതിനുശേഷം വെയിലിട്ട് ഉണക്കി പിന്നെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ അത് വറുത്തെടുക്കും അല്ലേ. എന്നിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഈ കെപ്പക്കൂള് കുടിക്കും, കൂടെ അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ കഴിയും. പറഞ്ഞ പോലെ തന്നെ കേട്ടോ, എല്ലാത്തിനെയും ബീറ്റ് പണ്ണു ഇത്. ചെവി കൂടെ പോകരുത്. അപ്പോൾ കെപ്പക്കൂള് റെഡിയായി. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷമാണ് ഇതൊന്ന് ടേസ്റ്റ് ചെയ്യേണ്ടത്. ഏതായാലും ഇത് വളരെ നന്നായിട്ട് ഉണ്ടാക്കി തന്നെ ഇറക്കി വെച്ചോ. അപ്പോൾ ഇനി നമ്മളത് കുറച്ച് ആറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ തൈരൊക്കെ ഇട്ട് മിക്സ് ചെയ്യാം അല്ലേ അമ്മറേ? അപ്പോൾ അത് നന്നായിട്ട് സെറ്റായിട്ടിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ അത് ചെയ്ത് വെച്ചാൽ ഇത് രണ്ടും കൂടെ തൈരും ഈ കെപ്പക്കൂളൊക്കെ കൂടെ നന്നായിട്ട് സെറ്റായിട്ടിരിക്കും. അതുകൊണ്ട് അത് കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കുകയാണ്, പാകത്തിന് കുറച്ച് തൈര് കേട്ടോ. അതൊക്കെ നമ്മുടെ പാകത്തിനാണ് ചെയ്യേണ്ടത്. കുറച്ച് തൈര് ഒഴിച്ചു കൊടുത്തുള്ളൂ. ഇത് നന്നായിട്ട് ഇളക്കി വെക്കുക കേട്ടോ. ഇതിന് കുറച്ച് നേരം തണുത്തതിന് ശേഷമാണ് കഴിക്കേണ്ടത്. അപ്പോൾ കഴിക്കുമ്പോൾ നമുക്ക് കൂടെ വേണമെങ്കിൽ മോര് മുളക് അല്ലെങ്കിൽ ചീനി അമര ഇതെല്ലാം സൈഡിൽ അത് കുറച്ച് കുടിച്ചിട്ട് ഇതെടുത്തൊന്ന് കടിക്കാം. അപ്പോൾ രണ്ടും കൂടെ ആണെങ്കിൽ ഒരു ക്രിസ്പിനെസ്സും കുറച്ച് തണുപ്പും എല്ലാം കൂടെ ആകുമ്പോൾ നല്ലൊരു രസമായിരിക്കും. ഇവിടെ ആരും എന്നെ എടുത്തിട്ട് അടിക്കുന്നു. അപ്പോൾ ഇത് കുടിക്കാൻ പോവുകയാണ് കെപ്പക്കൂള് കേട്ടോ. കേപ്പക്കൂള് ഞാൻ പറഞ്ഞില്ല, റാഗിപ്പൊടി അല്ലെങ്കിൽ കേപ്പ മാവിട്ട് ചെയ്തതാണ്. അപ്പോൾ ഒരു മുളകും കൂടി എടുത്ത് കൈ പിടിക്കാൻ, നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഒരു കടി ഒരു ചീനി വറ്റലെടുത്ത് പിടിക്കാം. ക്രിസ്പി ആയിട്ടിരുന്നു. മുളകിൻ്റെ ആ എരിയും ഈ മുളക് അല്ലാതെ എടുത്ത് കഴിച്ചാൽ വിവരം അറിയും കേട്ടോ. ഈ കെപ്പക്കൂളിൻ്റെ കൂടെ കഴിക്കുന്നുണ്ട് മുളകിൻ്റെ എരി അറിയാത്തത്. അല്ലാതെ മുളക് മാത്രം എടുത്ത് കഴിച്ചാൽ ഈ ചെവി കൂടെ പോകും കേട്ടോ. അപ്പോൾ എന്തായാലും വളരെ മനോഹരമായ ഒരു ഡിഷാണ് നിങ്ങൾക്ക് മുമ്പിൽ എനിക്ക് പ്രസൻറ്റ് ചെയ്യാൻ കഴിഞ്ഞതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ വളരെ റെയറായ ഒരു ഡിഷ് അതിൻ്റെ തനതായ രീതിയിൽ അതിൻ്റെ ആൾക്കാരെ കൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്യാൻ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സ്വാദിൻ്റെ മനോഹരമായ ഒരു എപ്പിസോഡിന് ഇവിടെ കട്ടനിടാൻ പോവുകയാണ്. ഞാനും വേലമ്മയും അമറും നിങ്ങളുടെ ഗുഡ് ബൈ പറയാൻ പോവാണ്. എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ, ഉണ്ടാക്കി തന്നതിന് ரொம்ப നന്ദി. അമറിന് മലയാളമൊക്കെ മനസ്സിലാവും, അതുകൊണ്ട് കുഴപ്പമില്ല. അമറിന് നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം നമുക്കെല്ലാം നമ്മുടെ പ്രേക്ഷകർക്ക് ഗുഡ് ബൈ പറയാം. അവിടെ ക്യാമറയുടെ പുറകിലാ, അങ്ങോട്ട് പോയി എല്ലാവർക്കും നോക്കി നല്ലൊരു ഗുഡ് ബൈ പറഞ്ഞേ. ഗുഡ് ബൈ എല്ലാവർക്കും, ഗുഡ് ബൈ, ടാറ്റ, ഗുഡ് ബൈ.